First problem, a vessel contains 4.05 liters of coconut oil. It is to be used to fill 0.45 liters bottles. How many bottles are needed? ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇതിൽ 0.45 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? സ്റ്റെപ്പ് എഴുതാം. ടോട്ടൽ ഓയിൽ ഈക്വൽ 4.05 ലിറ്റേഴ്സ്. കപ്പാസിറ്റി ഓഫ് 1 ബോട്ടിൽ, ഒരു കുപ്പിയിൽ എത്രയാണ് കൊള്ളുന്നത്? 0.45 ലിറ്റേഴ്സ്. നമ്പർ ഓഫ് ബോട്ടിൽസ്, അങ്ങനെയാണെങ്കിൽ കുപ്പികളുടെ എണ്ണം, എത്ര കുപ്പികളിലാക്കാം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുപ്പികളുടെ എണ്ണം ഈക്വൽ ടോട്ടൽ ഓയിൽ ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് 1 ബോട്ടിൽ ഈക്വൽ ടോട്ടൽ എത്രയാണ് വെളിച്ചെണ്ണ ഉള്ളത്? 4.05 ഡിവൈഡഡ് ബൈ ഒരു കുപ്പിയിൽ എത്രയാണ് കൊള്ളുന്നത്? 0.45 അല്ലേ. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കുപ്പികളുണ്ട്, നമ്പർ ഓഫ് ബോട്ടിൽസ് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. 4.05 ഡിവൈഡഡ് ബൈ 0.45. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇത് ഡിവിഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം 4.05 ഡിവിഷൻ 0.45. ഇനി 4.05നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. എങ്ങനെ എഴുതാം? 405 ഡിവൈഡഡ് ബൈ 100. 100 എങ്ങനെയാണ് വന്നത്? പോയിൻ്റ് കഴിഞ്ഞ് അവിടെ 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു അല്ലേ, 0യും 5ഉം. അപ്പോൾ 2 ഡിജിറ്റ്, അപ്പോൾ അതാണ് 20. ഡിവിഷൻ ഈ വശത്തുള്ളത് നോക്കൂ, 45 ഡിവൈഡഡ് ബൈ 100. അവിടെയും പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, അതാണ് 100 വന്നത്. അപ്പോൾ ഇവിടെ ഡിവിഷനാണ് നമ്മൾ സൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ അത് അങ്ങനെ എഴുതാം, 405 ഡിവൈഡഡ് ബൈ 100 അങ്ങനെ എഴുതാം. എന്നിട്ട് മൾട്ടിപ്ലൈഡ് ചിഹ്നം ഇട്ടിട്ട് അടുത്തത് എങ്ങനെയാണ്? അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് തിരിച്ചെഴുതണം. 45 താഴെയും 100 മുകളിലും. 100 ഡിവൈഡഡ് ബൈ 45. ഓക്കെ, ഇനി നമുക്ക് താഴെയുള്ള 100ഉം മുകളിലുള്ള 100ഉം വെട്ടിപ്പോകും. അപ്പോൾ എത്രയുണ്ട്? 405 ഡിവൈഡഡ് ബൈ 45. ഇതിനെ നമുക്ക് വെട്ടിച്ചെയ്യാം. റൈറ്റ് സൈഡിൽ നോക്കൂ, 405 ഡിവൈഡഡ് ബൈ 45. 5ൻ്റെ ടേബിളിൽ 9 ടൈംസ് 9 5s are 45. അപ്പോൾ 45 വെട്ടിയിട്ട് 9 എഴുതാം. 405നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 81. അത് വെട്ടിയിട്ട് 81 എഴുതാം. ഇനി 81 9, ഇത് 9ൻ്റെ ടേബിളിൽ പോകും അല്ലേ. അപ്പോൾ 1 9 is 9. 9നെ വെട്ടിയിട്ട് 1 എഴുതാം. 81 9 9s are 81 അല്ലേ. അപ്പോൾ 81 വെട്ടിയിട്ട് 9 എഴുതാം. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? 9 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ താഴെ 1 വന്നാൽ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെങ്കിൽ എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിനോമിനേറ്ററിൽ ഒരു 1 ഉണ്ട്, അത് നമുക്ക് എഴുതേണ്ട. അപ്പോൾ 9 ആണ് ആൻസർ. നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്? 9. Second question, an iron rod 17.5 meters long is cut into pieces of length 2.5 meters each. How many pieces are there? 17.5 മീറ്റർ നീളമുള്ള കമ്പി 2.5 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി. എത്ര കഷ്ണങ്ങളുണ്ട്? സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ആൻ അയൺ റോഡ് ഈക്വൽ 17.5 മീറ്റർ. ലെങ്ത് ഓഫ് 1 പീസ്, ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 2.5 മീറ്റർ. നമ്പർ ഓഫ് പീസസ്, അങ്ങനെ എത്ര കഷ്ണങ്ങളുണ്ട്? ഈക്വൽ ലെങ്ത് ഓഫ് ആൻ അയൺ റോഡ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് 1 പീസ്. അപ്പോൾ മൊത്തം ആ അയൺ റോഡിൻ്റെ നീളം എത്രയാണ്? 17.5 ഡിവൈഡഡ് ബൈ ഒരു പീസിൻ്റെ നീളം 2.5. അപ്പോൾ അതിനെ നമുക്കിവിടെ ഡിവിഷൻ്റെ സൈൻ ഇട്ട് എഴുതാം. 17.5 ഡിവിഷൻ 2.5. 17.5നെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 175 ഡിവൈഡഡ് ബൈ 10. 10 എങ്ങനെയാണ്? ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ്, അതാണ് ഒരു 0. 10 ഡിവിഷൻ 2.5, അത് 25 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, അതാണ് അവിടെയും 10 വന്നത്, ഒരു 0. ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാം. 175 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു അടുത്തതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം, അതായത് 10/25 എന്ന് എഴുതണം. നമ്മൾ ഡിവിഷൻ ഇട്ടതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എഴുതണം. രണ്ടാമത് എഴുതുന്നതിൻ്റെ റെസിപ്രോക്കൽ. ആദ്യത്തേത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇപ്പോൾ രണ്ടാമത് 10/25 ആണ്. അപ്പോൾ അവിടെ മുകളിലുള്ള 10ഉം താഴെയുള്ള 10ഉം വെട്ടിപ്പോകും. അപ്പോൾ 175 ഡിവൈഡഡ് ബൈ 25,
അതിനെ നമുക്ക് എഴുതി വെട്ടി ചെയ്യാം. വെട്ടി ചെയ്യുമ്പോൾ 5ൻ്റെ ടേബിൾ കൊണ്ട് വെട്ടി ചെയ്യാം. 5 5s are 25. അപ്പം 5 എഴുതി, 25നെ വെട്ടിയിട്ട് 5 എഴുതുക. 175നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 35. അത് വെട്ടിയിട്ട് 35 എന്ന് എഴുതുക. ഇനി 35ഉം 5ഉം വീണ്ടും 5ൻ്റെ ടേബിളിൽ പോകും. അപ്പോൾ 1 5 is 5. 5 വെട്ടിയിട്ട് 1 എഴുതുക. 35 എത്ര ടൈംസ് ആണ്? 7 ടൈംസ്. 7 5s are 35. അപ്പം 35നെ വെട്ടിയിട്ട് 7 എഴുതി. അപ്പോൾ ആൻസർ 7 ഡിവൈഡഡ് ബൈ 1. താഴെ 1 ഉള്ളത് നമുക്ക് എഴുതണ്ട. അപ്പോൾ ആൻസർ 7. നമ്പർ ഓഫ് പീസസ് എത്രയാണ്? 7. ലാസ്റ്റ് പ്രോബ്ലം. 6.5 kilograms of chili powder was packed in 0.25 kilogram packets. How many packets are there? 6.5 കിലോഗ്രാം മുളകുപൊടി 0.25 കിലോഗ്രാം വീതം പാക്കറ്റുകളിലാക്കി. എത്ര പാക്കറ്റ് ഉണ്ടാകും? സ്റ്റെപ്പ്. ടോട്ടൽ ചില്ലി പൗഡർ ഈക്വൽ 6.5 കിലോഗ്രാം. എമൗണ്ട് ഓഫ് ചില്ലി പൗഡർ ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്രയാണ്? 0.25 കിലോഗ്രാം. നമ്പർ ഓഫ് പാക്കറ്റ്സ്, പാക്കറ്റുകളുടെ എണ്ണം. 6.5 ഡിവൈഡഡ് ബൈ 0.25. ഇനി അത് നമുക്ക് ഡിവിഷൻ്റെ സൈൻ ഇട്ട് എഴുതാം. 6.5 ഡിവിഷൻ 0.25. ഇനി നമുക്കത് ഫ്രാക്ഷൻ ആക്കാം. 65 ഡിവൈഡഡ് ബൈ 10. അവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ്, അതുകൊണ്ട് ഒരു 0, അതാണ് 10. ഡിവിഷൻ. ഇപ്പുറത്തോ 25 ഡിവൈഡഡ് ബൈ 100. പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് 2 ഡെസിമൽസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും 20 ഇടാം അല്ലേ. അപ്പോൾ 25 ബൈ 100. ഇനി നമുക്ക് ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? രണ്ടാമത് എഴുതുന്നതിൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. 65 ഡിവൈഡഡ് ബൈ 10 അതുപോലെ എഴുതാം. ഇൻറ്റു മറ്റത് റെസിപ്രോക്കൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? 100 ഡിവൈഡഡ് ബൈ 25. ഇനി താഴെ 10ൽ ഒരു 0യും 100ൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു 0യും വെട്ടിപ്പോകും. അപ്പോൾ അവിടെ എങ്ങനെയാണ്? 65 ഇൻറ്റു 10 ഉണ്ട് മുകളിൽ, താഴെ ഡിനോമിനേറ്റർ 25. അപ്പോൾ 65 ഇൻറ്റു 10 എത്രയാണ്? 650 ഡിവൈഡഡ് ബൈ 25. ഇനി നമുക്കത് വെട്ടി ചെയ്യാം. 5ൻ്റെ ടേബിളിൽ പോകും. 25 5 ടൈംസ്. 5 5s are 25. അപ്പോൾ 25നെ വെട്ടി 5 എഴുതി. 650 വെട്ടിയിട്ട് എത്രയാണ്? 130. ഇത് വീണ്ടും 5ൻ്റെ ടേബിൾ കൊണ്ട് വെട്ടിപ്പോകും. 1 5 is 5. 5 വെട്ടിയിട്ട് 1 എഴുതാം. 130യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 26 എന്ന് കിട്ടും. അപ്പോൾ അത് വെട്ടി 26. അപ്പോൾ ആൻസർ 26 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ എത്രയാണ് ആൻസർ? 26. താഴെയുള്ള 1 എഴുതണ്ട. അപ്പോൾ ആൻസർ 26. ഇതോടുകൂടി ഡെസിമൽ മെത്തേഡ്സ് എന്ന ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്